മലയാളി പൊളിയല്ലേ? പൊളിയാണ്. മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി ആൻഡ് റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ്. സിനിമ അതിന്റെ ടീസറൊക്കെ ഒരു ചെറിയ ഒരു വെറൈറ്റി പോലെയൊക്കെ കാണിച്ചിരുന്നു. അതിന് നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പടത്തിന് പോയത്. എൻ്റെ ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റിയില്ല. വളരെ ഫീലാക്കിയ ഒരു പടം തന്നെയാണ്. ആൻഡ് ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന നിവിൻപോളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഓവർവ്യൂ അനൗൺസ്മെന്റ് ടീസറിൽ നിന്നും റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ടീസറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അധികം ഇവർ റിവീൽ ചെയ്യാതെ സിനിമ റിലീസ് ചെയ്ത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നി. ആൻഡ് ഈ ഒരു സിനിമയിലെ പ്രത്യേകിച്ച് പറയേണ്ടത് ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടർ അത് കിഡിലനായിട്ട് ആൾ ചെയ്തു. കാരണം എവിടെയൊക്കെയോ നമുക്കൊരു ഒരു ടൈമിൽ മിസ് ചെയ്ത നിവിൻ പോളിയുടെ കുറെ മാനറിസംസ് ഈ സിനിമയിൽ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷത്തിലെ ആ ഒരു നിതിൻ മോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ ആളുടെ ഒരു സ്വാഗ് എവിടെയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു പടത്തിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ആളുടെ ഒരു ബോക്സ് ഓഫീസിലുള്ള അല്ലെങ്കിൽ ഓഡിയൻസിനിടയിലുള്ള ആളുടെ ഒരു കോമഡി ടൈമിങ്ങും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയ സംഭവങ്ങളായിരുന്നു പല സീക്വൻസിലും. കാരണം പടത്തിന്റെ ത്രൂ ഔട്ട് എവിടെയും ഒന്ന് ബോറടിപ്പിക്കാതെ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയായിരുന്നു ആ സ്റ്റോറി പോയത്. ആൻഡ് അതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ആൻഡ് ഡിജോ ജോസ് ആന്റണി ഒരു ചെറിയൊരു ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കി എടുത്തു പറയേണ്ടത് ഈ പടത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ഇതില് നിവിൻ പോളിയുടെ ഒപ്പം ഒരു റോൾ ചെയ്തിട്ടുള്ള ഒരു പാകിസ്ഥാനി ആക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. സൂപ്പർ ആയിട്ട് ചെയ്തു. കാരണം അവർ തമ്മിലുള്ള ഒരു കോംബോ സീൻസ് ആയിരുന്നു സിനിമയുടെ സെക്കൻഡ് ഹാഫ്. ആൻഡ് ആ ഒരു സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ തന്നെ ശരിക്കും എന്താ പറയാ ഇമോഷണലി നല്ല കണക്ട് ആയ കുറെ സീക്വൻസുകൾ ഉണ്ട്. പ്രത്യേകിച്ച് പടത്തിൽ പല സീനുകളും സെക്കൻഡ് ഹാഫും മാത്രമല്ലാതെ ഫസ്റ്റ് ഹാഫിലും അതെ പല പല ചില സീക്വൻസുകളൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മെസ്സേജ് നല്ല രീതിയിൽ തന്നെ കണക്ട് ആയി, അല്ലെങ്കിൽ നല്ല ഫീലായ കുറെ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിൽ തട്ടി നല്ല വിഷമം വന്ന, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും നല്ല എനിക്ക് അത്രയും ഒരു ഫീലാക്കിയ ഒരു പടം തന്നെയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പൊ ഡിജോ ജോസ് ആന്റണിയുടെ ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 2 പടങ്ങളും ഇപ്പൊ ക്വീൻ ആയാലും ജനഗണമന ആയാലും ശരി, അതിൽ അവർ പറയാൻ ഉദ്ദേശിച്ച ചില പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ അതെ ആ ഒരു റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയാലും ഈവൻ സെക്കൻഡ് ഹാഫ് ആയാലും പടം ഓവറോൾ ആയാലും ശരി നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയ ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. പിന്നെ പറയേണ്ടത് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മൽഘോഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ആളുടെ സ്ഥിരം ആ ഒരു മാനറിസം ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ നന്ദുവിന്റെ ക്യാരക്ടർ, പോകുന്ന മഞ്ജു പിള്ളയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല അവരുടെ ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായിരുന്നു എല്ലാം. ആൻഡ് ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ക്യാരക്ടേഴ്സും ആൻഡ് ഈവൻ വിജയകുമാറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സെൽഫ് ട്രോൾ വന്ന ചില സീക്വൻസുകളൊക്കെ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനിപ്പോൾ റിലീസ് ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. ആൻഡ് ആ ഒരു ഫീല് നമുക്കറിയാലോ പടം കാണുമ്പോൾ ഉള്ളത്. ആൻഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. എൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു കാസ്റ്റിന്റെ പെർഫോമൻസും മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജെയ്ക്സ് ബിജിയോ ആണ്. ജെയ്ക്സ് ബിജിയോയുടെ പാട്ടുകളൊന്നും അത്ര വലിയ സംഭവങ്ങളായിട്ട് തോന്നിയില്ല. കാരണം ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാവുന്ന പാട്ടുകളായിട്ട് തോന്നി. പക്ഷെ പലയിടത്തും കൊണ്ടുവന്നിട്ടുള്ള BGM നന്നായി വർക്കൗട്ടായി. പ്രത്യേകിച്ച് ഇവരുടെ ഇടയിലുള്ള ആ ഒരു കെമിസ്ട്രി കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പാകിസ്ഥാനി ആ ഒരു ക്യാരക്ടറും അതുപോലെ നിവിൻ പോളിയും അവരുടെ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് നന്നായി തന്നെ വർക്കൗട്ടായി. അതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നട്ടല്. ആൻഡ് എന്തായാലും നിങ്ങൾ പടം മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. വളരെയധികം മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിയേറ്റർ വിടാൻ സാധിക്കുന്ന ഉറപ്പാണ്. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക. നല്ലൊരു ഫീൽ ഗുഡ്, എനിക്ക് ഫീൽ ഗുഡ് ആ ഒരു വൈബാണ് കിട്ടിയത്. എൻ്റെ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഇമോഷണൽ കോമഡി എന്റർടൈനർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ലൊരു പടം തന്നെയാണ്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആൻഡ് ഇവൻ പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൊട്ടേണ്ടടുത്ത് കൊട്ടിയിട്ടും പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുമാണ് പടം പോകുന്നത്. സോ മലയാളി പൊളിയാണ്.